എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഹോളിഡേ കിട്ടിയ ദിവസമാണ്. പിന്നെ അഞ്ജുവിന് ബാഗ് വാങ്ങിക്കാൻ പോകണമായിരുന്നു. മിഞ്ഞാന്നൂർ പോയത് കേട്ടോ. പക്ഷെ അന്ന് കട അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് പോയി നോക്കാം. ഇന്ന് കട അടച്ചിട്ട് അതുകൊണ്ട് ബാഗ് വാങ്ങിക്കലൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ ട്രയൽ നോക്കാൻ വേണ്ടി പോകണം. കട തുറന്നിട്ടുണ്ടെന്ന്, ആ കടയിൽ നിന്ന് വാങ്ങണമെന്ന് അഞ്ജുന് ഭയങ്കര ആഗ്രഹം. അഞ്ജുൻ്റെ ഫ്രണ്ട്സ് ആരും കണ്ടൊക്കെ ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കുറേ പേര് ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു അവിടെ നിന്ന് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ പോയി നോക്കാം. കിട്ടൂലെന്നൊന്നും അറിയത്തില്ല, ചിലപ്പോൾ അടച്ചിട്ടായിരിക്കും. അപ്പോൾ കട തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ കടയിൽ നിന്ന് വാങ്ങിക്കും. തുറന്നിട്ടില്ലെങ്കിലോ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കും. ഇനി ഇവിടെ ഞങ്ങൾ അഞ്ജുൻ്റെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അടുത്ത ആഴ്ച തൊട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഓർത്തോളൂ. വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ എക്സാം പകുതിയായിട്ടുണ്ടാവും. എന്നൊരു എക്സാം ഉള്ളത് ഓഗസ്റ്റ് 2 വരെ അല്ലേ? ലാസ്റ്റ് ഡേറ്റ് നോക്കിയില്ലേ? സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഞാൻ നോക്കിയായിരുന്നു. ഓഗസ്റ്റ് 2 വരെ എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എത്ര വൈകി വീഡിയോ വരണമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക, പ്രാർത്ഥിക്കുക. എന്തായാലും ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്നത്തെ കുഞ്ഞ് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. അതിന് ബാഗ് വാങ്ങിക്കണം. പിന്നെ ഞങ്ങൾക്ക് കിച്ചണിലേക്കുള്ള ഷോപ്പിംഗ് സാധാരണ നമ്മൾ സൺഡേയിലുള്ള ചെയ്യാറ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. കിച്ചൺ വെജിറ്റബിൾ ഷോപ്പിംഗ് ആണ് മെയിനായിട്ട്, വേറെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് വേഗം പോയി വേഗം വരാം. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു കുറച്ച് ചൂടൊക്കെ കുറവുണ്ടെന്ന് പറയാം. കാരണം ഇന്നലെ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് കുറവുണ്ട്. എന്നാലും കിച്ചണിൻ്റെ അകത്ത് ചൂടൊക്കെ തന്നെയാണ് കേട്ടോ. മാങ്ങകൾ വെച്ചിരിക്കുന്ന നോക്കിയാൽ ഈ സൈഡ് മൊത്തം ഇവിടെ ഇങ്ങനെ വലിയ വലിയ മാങ്ങകൾ, നല്ല ടേസ്റ്റും കേട്ടോ. അതിന് ഏറ്റവും നല്ല ടേസ്റ്റുള്ള മാങ്ങ ഏറ്റവും വലിയ മാങ്ങയാണ്. പിന്നെ ഇതാ പഴം, ഇവിടെ നമ്മുടെ ചപ്പി കുടിക്കുന്ന ആ ഒരു മാങ്ങ ചെറുത്, ഇവിടെ വലിയ മാങ്ങകൾ ഇവിടെയും കാണാം. ഈ ഏരിയ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ. ഇവിടെ ഞങ്ങളുടെ പയ്യെ പയ്യെ പച്ചക്കറി സ്റ്റാർട്ട് ചെയ്യണം. ഇതാ പച്ചക്കറികൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കും കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. പച്ചക്കറി നമ്മൾ സാധാരണ ഇങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ പോലീസുകാർ ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനെ വണ്ടി കടത്തി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷയില്ലെന്ന് ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് വേറെ മാർക്കറ്റിൽ പോയി വേണം പച്ചക്കറി വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് കിട്ടുന്നത് ഇവിടെ റോഡ് സൈഡിൽ നിന്നായിരുന്നു. ഈവനിങ്ങിലൊക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും കിട്ടുമായിരുന്നു. ഇപ്പോൾ സാരില്ല, വേറെ സ്ഥലത്ത് നമുക്ക് വാങ്ങിക്കാം. അവിടെ നമുക്ക് വഴി ബ്ലോക്ക് ആയിരുന്നുകൊണ്ട് നമ്മൾ ചുറ്റിക്കറങ്ങി ഇതാ വേറെ വഴിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ എന്തായാലും ബ്ലോക്ക് ഉണ്ടെങ്കിലും അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇവിടെ ബ്ലോക്ക് അല്ലാട്ട് ശരിക്കും ഇതേ പോണ. പക്ഷെ കുറെ വണ്ടികളൊക്കെ ഇതേ മുമ്പിൽ പോണു. അതാ ഇവിടെ തിരിച്ചു വിടുന്നുണ്ട്. അങ്ങോട്ടേക്ക് കടത്തി വിടില്ല, ആ റോട്ടിലേക്ക്. അങ്ങോട്ട് വിടണില്ലെങ്കിൽ നമുക്ക് പിന്നെയും പണി കിട്ടും. നമ്മൾ ചുറ്റിക്കറങ്ങി വരണം. എല്ലാവരും ഈവനിങ്ങിലാണ് ഈ ഷോപ്പിങ്ങിന് ഇറങ്ങണം. അതാണ് ഇത്രയും റഷ്. ഞങ്ങളുടെ ചെറിയൊരു മീൻ മാർക്കറ്റ് ആട്ടോ ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് അവിടെ ഇന്ന് തിരക്കാണ്. ആൾക്കാരിങ്ങനെ കൂട്ടമായി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ബ്ലോക്കിലൊന്നും പെടാതെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോണ ഈ ഒരു മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇപ്പം ഇന്നും വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ 1 വീക്കിനുള്ളതായിട്ടുണ്ട്. ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഇന്ന് നമ്മൾ പച്ചക്കറിക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വീക്കിനുള്ള പച്ചക്കറിയാവും. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതാ ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയി വാങ്ങിക്കാം. നമ്മളിതായ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. മണ്ണൊക്കെ പറ്റിയിരിക്കുന്ന ക്യാരറ്റ് വീട്ടിൽ കൊണ്ടുപോയി ഇനി നല്ല പോലെ വാഷ് ചെയ്തിട്ടൊക്കെ വേണം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ.
പച്ചച്ചീര 40 രൂപ കിലോ. ബീൻസൊക്കെ ഭയങ്കര വില കേട്ടോ. ബീൻസിന് 50 രൂപ. ज़्यादा लोग नहीं है खाने बस हो गए. ബീൻസ് 1/4 കിലോ 50 രൂപ. പയറ് 40 രൂപ 1/4 കിലോ. 40-50. അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ ഞങ്ങൾ കുറച്ച് ആവശ്യത്തിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അഞ്ചിനുള്ള ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോണ്. പച്ചക്കറികളുടെയൊക്കെ വില ഭയങ്കര വില കേട്ടോ പച്ചക്കറിക്ക്. ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നു ഭയങ്കര വിലയെന്ന്. പക്ഷെ എനിക്ക് തന്നെ കേരളത്തിൽ ഇതിലും ഇത്തിരി കൂടെ കൂടുതലെന്ന് തോന്നുന്നു വില. ഇവിടെ കേരളത്തെ അപേക്ഷിച്ച് നമുക്ക് ഇത്തിരി കുറവെന്ന് തോന്നുന്നു. പയറ് ചോദിച്ചപ്പോ 200 രൂപ കിലോ. ഞാനിട്ട് 50 രൂപയ്ക്ക് 1/4 കിലോ മതി. തക്കാളി 80. തക്കാളി 80. എന്റെ ബീൻസ് പറഞ്ഞത് 200 രൂപ കിലോ. ഞാൻ 1/4 കിലോ മതി എന്ന് പറഞ്ഞു. നല്ല ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് എല്ലാം ഭയങ്കര വലിയ പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ഇപ്പൊ വില കൂടുതലാണ്. ഇറച്ചിയായാലും മീനായാലും പിന്നെ എന്താ പറയാ, എല്ലാം വില കൂടുതലാണ്. ആകെ എനിക്ക് തന്നെ ഇപ്പൊ ഇത്തിരി വില കുറച്ച് കിട്ടിയത് ചീരയിലായിരുന്നു. ചീരയില കിട്ടി, പച്ചച്ചീര. നല്ല നമ്മളും വെക്കാറില്ല, വല്ലപ്പോഴൊക്കെ വെക്കാറുള്ളൂ ചീര. അങ്ങനെ കിട്ടിയത് കൊണ്ട് ഓർത്തു ചീരയില വെച്ചിട്ടുണ്ട്. ചേട്ടന്റെ ഫേവറേറ്റ് പച്ച ചൊപ്പച്ചീര ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ലുലുവില് കിട്ടാറുണ്ട്, പക്ഷെ ഇവിടെ കിട്ടാൻ പാടാം. ഇപ്പൊ ഞാൻ വാങ്ങിച്ചു. അപ്പൊ ചേട്ടൻ വണ്ടിയിലായിരുന്നു, ഞാനും 5 മാത്രം അവിടെ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. 5 ബാഗ് സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ഉദ്ദേശിച്ച കടയിലേക്ക് ഇതായി എത്തിയിട്ടുണ്ട് ഞങ്ങള്. ഇവിടെ ഇഷ്ടംപോലെ ബാഗുകളുണ്ട്. അതിനകത്തുനിന്ന് വലിയത് വേണമെന്നും പറഞ്ഞപ്പോൾ, പക്ഷെ അവർ കാണിക്കുന്നതൊക്കെ ചെറുതുകളാണ്. കുറച്ച് ചെയിനുകളുടെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അഞ്ചുവിന് കൂടുതൽ ഇഷ്ടമായത് ഗ്രീനാണ്. ഗ്രീൻ ഭയങ്കര റേറ്റാണ്. ഗ്രീൻ 2300. ഇതും 1200 അങ്ങനത്തെയൊക്കെ വിലയാണ്. വേറെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ച് കളർഫുൾ ആണല്ലേ ബാഗ്. അപ്പോൾ അങ്ങനെ 5 ഫൈനൽ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. 5 ഈ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചേക്കണം അല്ല 5. അങ്ങോട്ട് ഇനി നോക്കട്ടെ. ഇത് അത് നടച്ചേ മോളിന്ന്. ഫസ്റ്റ് ചെയ്യും. അഞ്ചിൻ്റെ ബുക്സൊക്കെ കൊള്ളണില്ല എന്നും പറഞ്ഞ് പുതിയ ബാഗ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് കൊള്ളില്ലല്ലേ? കൊള്ളും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും സെലക്ഷൻ നമ്മളിതാ ഫൈനലാക്കി. അപ്പോൾ ഈ പർപ്പിൾ ബാഗ് തന്നെ എടുക്കാമെന്ന് വെച്ചു. ഇതിന് 1200 ഇപ്പോൾ ഒരു റേറ്റ് പറഞ്ഞേക്കണേ. ഇഷ്ടമായില്ലേ? അപ്പോൾ നമ്മളങ്ങനെ 5നുള്ള ബാഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. 5നുള്ള ബാഗ് വാങ്ങിക്കൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അതേപോലെ ഈ വർഷം ഇവിടെ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്നും പറഞ്ഞ് 5 പറയുന്നുണ്ട്. 5 അവിടെ കയറണമെന്ന്. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് നമ്മളൊന്ന് പോയി നോക്കിയില്ല. എന്നാൽ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മളങ്ങനെ എക്സിബിഷൻ നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ആവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും രാത്രി മാത്രമാണ്. പകലൊന്നും ഇവിടെ ഓപ്പൺ ആക്കില്ല അവർ. എപ്പോൾ എക്സിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഈവനിങ് ടൈമിലാണ് ഇവരുടെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ സൺഡേയും കൂടി ആയതുകൊണ്ട് ആവശ്യം നല്ല തിരക്കാണ്. ഞങ്ങളങ്ങനെ ഇവിടെ ഇറക്കിയിട്ട് ചേട്ടൻ എന്താ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സൈഡിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ജസ്റ്റ് 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടെ അങ്ങനെ ആനയുടെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി, അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് പോകാനുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങളിത് അങ്ങനെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കണം കേട്ടോ.
അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ പതുക്കെ പതുക്കെ ഇങ്ങനെ ബാക്കി കാഴ്ചകൾ കാണാൻ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് റൈഡ്സുകൾ ഉണ്ട്. അപ്പോൾ അഞ്ജുവിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പല പല റൈഡ്സിലേക്ക് ഇരിക്കണമെന്ന്. പക്ഷെ എനിക്കായാലും ചേട്ടനായാലും അങ്ങനെ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല റൈഡ്സിലേക്ക് ഇരിക്കാൻ. ജസ്റ്റ് ഒന്ന് കണ്ട് വേഗത്തിൽ തിരിച്ചു പോരാന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ റൈഡ്സുകൾ ഓരോന്ന് കാണുമ്പോഴും അഞ്ജു പറയും ഞാൻ ഇതും ഇരിക്കട്ടെ. അപ്പോൾ അഞ്ജുവിനോട് ഇരുന്നോളം പെർമിഷൻ കൊടുക്കണമെങ്കിൽ അഞ്ജുവിന് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമില്ല. അഞ്ജു പറഞ്ഞാൽ ചേട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ ശരിക്കും ചേട്ടനെ മിസ് ചെയ്യാണ്. ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ എന്നെ എല്ലാ റൈഡ്സിനെയും കൊണ്ടുപോയായിരുന്നു. പപ്പയും മമ്മിയും എന്നെ ഒന്നുമേ കൊണ്ടുപോകണില്ല, ഒന്നുമേ കയറ്റുന്നില്ല എന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമില്ല അഞ്ജുന്. എനിക്കാണെങ്കിൽ സത്യത്തിൽ പേടിയാണ് ജയന്റ് വീൽ കാര്യങ്ങളുമൊക്കെ ഇരിക്കാൻ. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ പണ്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് ശേഷം ഭയങ്കര പേടിയായിരുന്നു ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ കയറാത്ത. പിന്നെ ചേട്ടനായാലും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് ഇവിടെ നമ്മൾ മേള കാണാൻ വന്ന എക്സിബിഷൻ കാണാൻ വന്ന ഗ്രൗണ്ടിൽ പല സ്ഥലങ്ങളിലൊക്കെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് അതും കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒത്തിരി റൈഡ്സുകളുണ്ട് ഇവിടെ, കുട്ടികളൊക്കെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല പല റൈഡ്സുമേയും. അപ്പോൾ അതെല്ലാം നോക്കി കണ്ടിങ്ങനെ ആസ്വദിച്ച് കാണാൻ മാത്രമേ ഞങ്ങൾ നിന്നുള്ളൂ. ഒന്നുമേ കയറണ്ടാന്ന് കരുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഷോപ്പുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അഞ്ജുന് ചെറിയ പെൻസില് അല്ലെങ്കിൽ പേന അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ഐറ്റം, ക്ലിപ്പുകൾ അങ്ങനത്തെയൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചിലതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് പുറത്ത് നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ചീപ്പായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ചെറുതായിട്ട് ഇത്തിരിയൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങളിത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് അഞ്ജുവിൻ്റെ സ്കൂളിൽ അഞ്ജുവിനെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിനെ കണ്ടു. സാറിൻ്റെ ഫാമിലി ആട്ടോ അത്. സാറിൻ്റെ അമ്മയും പിന്നെ അവരുടെ റിലേറ്റീവ് അങ്ങനെ അവരെ കണ്ടു. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവർ വീണ്ടും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. നമുക്ക് ഒരുമിച്ച് റൈഡ്സിൽ കയറാം. അഞ്ജു ഒന്നുമേ കയറിയില്ലല്ലോ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം അഞ്ജുവിനെന്നും പറഞ്ഞു തിരിച്ച് വീണ്ടും ഞങ്ങളിതാ തിരിച്ചു വരാണ് കേട്ടോ. അപ്പോൾ അവരുടെ അമ്മയും സാറിൻ്റെ അമ്മയും ഞാനും ഇവിടെ തന്നെ നിന്നുള്ളൂ. ചേട്ടനും അതായത് ചേട്ടനും പോയില്ല. അവർ 3 പേരും കൂടെ വീണ്ടും അപ്പോൾ റൈഡ്സിന് പോകാമെന്നും പറഞ്ഞു. സാറ് തിരിച്ചു കൊണ്ടുവന്ന് എന്നെ കൊണ്ട് അഞ്ജു റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. അഞ്ജുവിന് കൂട്ടിന് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അഞ്ജു. എനിക്ക് ചേട്ടൻ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും കറക്റ്റ് സമയത്ത് എൻ്റെ സാറ് വന്നിട്ടുണ്ട്. സാറ് എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞതാ ടിക്കറ്റൊക്കെ എടുത്ത് സാറ് ഇവർ 3 പേരും കൂടി ആട്ടോ പോകുന്നത്. ഞങ്ങളെ കുറേ ഫോഴ്സ് ചെയ്തു കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരിതാ ഈ ഒരു റൈഡ് മേൽക്കാണ് കയറാൻ ആദ്യം തന്നെ പോകുന്നത്. ഭയങ്കര ഹാപ്പിയായി അഞ്ജു. ശരിക്കും പറഞ്ഞാൽ അതുവരെ ഭയങ്കര ഒരു വിഷമമായിരുന്നു അഞ്ജുന്, ഒരു റൈഡുമേൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം. പക്ഷെ ഇവരെ കൂട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അഞ്ജും പിന്നെ അഞ്ജുൻ്റെ സാറും ഫാമിലി അവരൊക്കെ കൂടെ ഒരുമിച്ച് റൈഡ്സുമ്പോൾ കയറണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ ആദ്യം കയറുന്നത് ജയന്റ് വീലുമാണ്. എനിക്കതുമ്പോൾ കയറാൻ ഭയങ്കര പേടിയാണ്. അതിങ്ങനെ മുകളിലേക്ക് എത്തിയിട്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്തായാലും കയറണ്ടെന്ന് വെച്ചു. ചേട്ടനും പോയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അഞ്ജുവിൻ്റെ ഒരു ഹാപ്പിനെസ്, അഞ്ജുവിൻ്റെ ഹാപ്പി ഫേസ് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരിതാ വീണ്ടും അടുത്ത ഒരു റൈഡുമേയും കൂടെ കയറാമെന്ന് പറഞ്ഞ് വീണ്ടും ടിക്കറ്റ് എടുക്കാൻ നിൽക്കണം. ഇനി അടുത്ത റൈഡുമേയും കൂടെ കയറിയിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു. ഞങ്ങളെ കുറേ ഫോഴ്സ് ചെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒട്ടും തന്നെ പോകാഞ്ഞതാ. ഒത്തിരി നിർബന്ധിച്ചവർ പോകാമെന്നും പറഞ്ഞു. പിന്നെ അവരുടെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും ഒന്നുമേ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ 3 പേരും കൂടെ വീണ്ടും അടുത്ത റൈഡിലും കയറിയിട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാനും അവരുടെ അമ്മയും കൂടെ ഒക്കെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം. കാഴ്ചകളൊക്കെ കണ്ട്. അവരുടെ അമ്മയാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഒത്തിരി നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ഒരു റൈഡ് കഴിഞ്ഞ് വരുന്നത് വരെ. അപ്പോൾ ഒരു റൈഡൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ റൈഡ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം എന്താ വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ഒരുമിച്ച്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കൊച്ചു കൊച്ചു കടകളിൽ നിന്നൊക്കെ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ വന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് ഷോപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ വാങ്ങിക്കേണ്ട ഐറ്റംസൊക്കെ ഒന്നും കൂടി നോക്കി, അങ്ങനെ വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ആ കിച്ചണിലേക്കൊക്കെ വേണ്ട പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് വീഡിയോയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പ്ലേറ്റൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 1-2 പ്ലേറ്റ് കാര്യങ്ങൾ, ബൗള് അങ്ങനത്തെയൊക്കെ വാങ്ങി. അതിനുശേഷം പിന്നെ ഇവിടെ വേറെ സ്ഥലത്ത് ഫ്ലവർ വേസ് കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ 4 എണ്ണത്തിന് നമുക്ക് 100 രൂപയാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്ലവർ വേസ് അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ ഇതാ 3-4 ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മേളയൊക്കെ കണ്ട് 5 നന്നായി എൻജോയ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിങ്ങും കഴിഞ്ഞ് എക്സിബിഷനൊക്കെ കണ്ട് തിരിച്ചിതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ വേഗത്തിൽ കാണിച്ചു തരാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, അവിടെ ഒത്തിരി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതായത് ഞാൻ ചെറിയൊരു ട്രേ വാങ്ങിച്ചിരിക്കുന്നതാണ് നമുക്ക് വീഡിയോ പർപ്പസിനൊക്കെ ഉദ്ദേശിച്ച്. ഇതിന് 60 rupees. അപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. വാഷ് ചെയ്തിട്ടൊക്കെ വേണം പൊടി പിടിച്ചൊക്കെ ഇരിക്കണം. പിന്നെ ഇതേപോലൊരു ചെറിയ ബൗൾ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ. ഇത് 40 rupees. അപ്പോൾ അങ്ങനെ ഈ 2 ഐറ്റം. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചത് ഫ്ലവർ വേസ് ഇങ്ങനെ കണ്ടപ്പോൾ 4 പീസ് ഇത് ഒരുമിച്ച് 100 രൂപ. അപ്പോൾ ഒരു റെഡ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ മജന്ത കളറിലൊരെണ്ണം, യെല്ലോ കളർ. ഇങ്ങനെ 4 ഫ്ലവർ വേസ് ചെറുത്ത് വാങ്ങിച്ചു. 4 കൂടെ 25 രൂപ വെച്ച്. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് 4 കിട്ടിയിരുന്നു. അധികം ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല. വേണമെങ്കിൽ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും സമയം കിട്ടില്ല. പിന്നെ എന്തിനാണ് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് വെച്ച് വാങ്ങിച്ചില്ല. ഇത് ഞാൻ ആവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി വാങ്ങിച്ചതാണ്. ഇതിലത്തെ 20 രൂപ, ഇതിന് 20 രൂപ. അപ്പോൾ അങ്ങനെ ലാഭത്തിന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ജസ്റ്റ് ഒരു പ്ലേറ്റ് ചെറിയൊരു പ്ലേറ്റ് കേട്ടോ. അത് കണ്ടപ്പോൾ ഇതൊരു രസം തോന്നി. അങ്ങനെ ഇതും 20 രൂപ. പിന്നെന്താ, പിന്നെ 5 പേന വാങ്ങിച്ചിരിക്കുന്നത്. പേനയാണ്, പെൻസിൽ. ഇത് പെൻസിൽ 20 രൂപ. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ലാസ്റ്റുള്ള ഐറ്റം നമ്മുടെ 5 ബാഗാണ്. ഇത് നമ്മൾ ഷോപ്പിംഗ് വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇത് 5 രൂപ ബാഗ്. ഇതിന് 1200 രൂപ. അപ്പോൾ അങ്ങനെ ഐറ്റംസ് നമ്മളിന്ന് ചെയ്ത ഷോപ്പിംഗ്. പിന്നെ ചെയ്ത് നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിംഗ് ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, ഷോപ്പിംഗ് വിശേഷം, എക്സിബിഷൻ വിശേഷങ്ങളൊക്കെ. എക്സിബിഷന് പോകണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഓൺ ദ വേയിൽ ഞങ്ങളിന്ന് കണ്ടു അവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അഞ്ജലിയാണ് നീ കണ്ടത്. അഞ്ജലി പറഞ്ഞത് മേള തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പ്ലാൻ മാറ്റി പോയതാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.